നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ബ്രസീലിന് വേണ്ടി എന്തുണ്ടാക്കിയെന്നായി പറയുന്നത്? ഒന്നും നേടിയിട്ടില്ല. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഫോർവേഡാണ് നെയ്മർ. ഇങ്ങനെ പറയുന്നത് മുൻ ബ്രസീലിയൻ താരം കൂടിയായിട്ടുള്ള നെറ്റോയാണ്. അതേ ഇപ്പോൾ ഫുട്ബോൾ എക്സ്പേർട്ടായിട്ട് അവിടുത്തെ ചാനലുകളിൽ വന്നിരുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിലാണ് വീണ്ടും നെയ്മർക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെയ്മറെക്കുറിച്ച് ഇങ്ങോട്ട് നെറ്റോ പറയുന്നു, നെയ്മർ തിരിച്ച് അങ്ങോട്ട് പറയുന്നു. അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സാൻഡോസും യൂണിവേഴ്സിഡാഡും തമ്മിലുള്ള കോപ്പ സുഡാമേരിക്കാന മത്സരത്തിന് ശേഷം നെയ്മർ ജൂനിയർ പറഞ്ഞു, ഇനി ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കാൻ ഞാനില്ല. ബ്രസീലിൽ ഞാൻ ചരിത്രം കുറിച്ചതാണ്, അത്രയധികം എൻ്റെ എല്ലാം സമർപ്പിച്ച് ഞാൻ പോരാടിയതാണ് എന്നൊക്കെ നെയ്മർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനോടുള്ള പ്രതികരണമാണിപ്പോൾ നെറ്റോ നടത്തിയിരിക്കുന്നത്. നെറ്റോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇനി നെയ്മർ വീണ്ടും കളിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു പക്ഷേ സ്പോൺസേഴ്സിൻ്റെ പ്രഷർ ഇല്ലെങ്കിൽ ഇനി കളിച്ചേക്കില്ല, അല്ലെങ്കിൽ CBF നിർബന്ധിച്ചില്ലെങ്കിൽ ഇനി കളിച്ചേക്കില്ല. ശരി, ഇതൊരു നാണം കെട്ട പരിപാടിയാണ്. നെയ്മർ പറയുന്നു, ഞാൻ എൻ്റെ ജീവൻ കൊടുത്തു ബ്രസീലിന് വേണ്ടിയിട്ട്. എന്ത് ജീവനാണ് കൊടുത്തത്? എന്ത് ജീവനാണ് അയാൾ കൊടുത്തത്? ബ്രസീലിന് വേണ്ടി എന്ത് കിരീടമാണ് ചൂടിയത്? ഏത് വേൾഡ് കപ്പ് കിരീടമാണ് നീ ചൂടിയത്? എവിടെയാണ് നീ കോമ്പീറ്റ് ചെയ്തത്? ഇത് വളരെ ഡിസ്ക്രേസ് ആയിട്ടുള്ള കാര്യമാണ്. ശരിയാണ്, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയറാണ്, നെയ്മർ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയറാണ്. അതൊന്നും ആരും അല്ല എന്ന് പറയുന്നില്ല. നിങ്ങളായിരുന്നു അങ്ങനെ. പക്ഷേ ദേശീയ ടീമിൽ നിങ്ങൾ വൺ ഓഫ് ദി വേസ്റ്റ് ഫോർവേഡ്സ് ഇൻ ഹിസ്റ്ററി. ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഫോർവേഡുകളിൽ ഒരാളാണ്. വൺ ഓഫ് ദി വേസ്റ്റ് ഇൻ ഹിസ്റ്ററി. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, നെറ്റോ ഞാൻ എന്ത് നേടിയെന്ന് ചോദിക്കും. ശരിയാണ്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നേടിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒരു ഒളിമ്പിക് സിൽവർ മെഡൽ നേടിയിട്ടുണ്ട്, സൗത്ത് അമേരിക്കൻ യൂത്ത് ചാമ്പ്യനാണ്, കോപ്പ അമേരിക്ക റണ്ണറപ്പാണ്. ഞാൻ ആകെ 7 ഗോളുകളെ നേടിയിട്ടുള്ളൂ. ശരി, ഇറ്റ്സ് പിറ്റ്ഫുൾ ടു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചരിത്രം കുറിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. നെയ്മർ 16 കൊല്ലം കളിച്ചില്ലേ, എന്നിട്ട് ആകെയുള്ളതൊരു കോൺഫെഡറേഷൻ കപ്പും ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡലും. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ജർമ്മൻ ദേശീയ ടീമിൻ്റെ ഒരു 3rd സ്ട്രിങ് സ്ക്വാഡിനെതിരെ, 3ാം കിട ടീമായിരുന്നത് അവരുടെ, ആ 3rd ടീമിനെതിരെയാണ് ആ ഒരു ഗോൾഡ് മെഡൽ നേടിയത്. അതാണ് ഇപ്പോൾ വലിയ സംഭവമായിട്ട് പറയുന്നത്. അതും ഓൾമോസ്റ്റ് തോറ്റു എന്നുള്ള അവസ്ഥയിൽ നിന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ചതല്ലേ. അതിനപ്പുറത്തേക്കൊന്നും നെയ്മർ ഒന്നും ബ്രസീലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് നെറ്റോ പറയുന്നു. ഏതായാലും നെറ്റോ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ്. നെറ്റോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സ്ട്രൈക്കറായിട്ടും വിങ്ങറായിട്ടും ഒക്കെ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. ബ്രസീൽ അണ്ടർ-23 ടീമിനോടൊപ്പം സൗത്ത് അമേരിക്കൻ അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. പിന്നെ ഒരു കോപ്പ അമേരിക്കയിൽ റണ്ണറപ്പ് ആയിട്ടുണ്ട് 1991. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. ബ്രസീലിന് വേണ്ടി 15 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് നെറ്റോ 1988-നും 1993-നും ഇടയിൽ കളിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.